ഹലോ ഗൈസ്, അപ്പം നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു 3 വർഷത്തിന് മുമ്പാണ്. അതായത് ഈ ഫ്രിഡ്ജ് വാങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന ഫ്രിഡ്ജാണ് ഈ കാണുന്നത്. പക്ഷേ അത് പണിമുടക്കിയപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിയ ഒരു ഫ്രിഡ്ജാണ് ഈ ചുമല ഫ്രിഡ്ജ്. ഇപ്പോൾ ഇതും പണിമുടക്കി. ഈ ഫ്രിഡ്ജിൻ്റെ ഒരു കോലം കാരണം ഞങ്ങൾ ഇതിന് പ്രാവാത്ത ദിവസങ്ങളില്ലായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ പ്രാക്ക് ഏറ്റു ഗൈസ്. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് വാങ്ങാനായിട്ടുള്ള യാത്രയാണ് ഈ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് എത്തിയത് പൂങ്കോട്ട് ഹോം അപ്ലയൻസിലാണ്. അങ്ങനെ അവിടെ കയറി എല്ലാ വീട്ടിലും നടക്കുന്ന പോലെ ആദ്യം ഒരു സാധനം കണ്ടു, അത് ഇഷ്ടപ്പെട്ടു. അതിന് എന്തായാലും ഈ ഫ്രിഡ്ജാണ് ആദ്യം ഇഷ്ടപ്പെട്ടത്. അതിന് 3 ഡോറൊക്കെ ഉണ്ട്. നമുക്ക് ആ ഫ്രിഡ്ജ് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. എന്നാലും അവിടുത്തെ എല്ലാ ഫ്രിഡ്ജും തുറന്ന് നോക്കാതെ ഒരു സമാധാനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കണ്ട എല്ലാ ഫ്രിഡ്ജും ഞങ്ങൾ തുറന്നു നോക്കി. അവിടെ ഫ്രിഡ്ജ് വാങ്ങാൻ പോയിട്ട് ഫ്രിഡ്ജ് ഒഴിച്ച് ബാക്കിയെല്ലാം നോക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഫ്രിഡ്ജുകളെല്ലാം ഇങ്ങനെ മാറി മാറി നോക്കി. എന്നാലും നമ്മുടെ മനസ്സിൽ ഏതാണ് ആദ്യം കണ്ട ആ ഒരു ഫ്രിഡ്ജാണുള്ളത്. എന്നാലും ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നതിന് ഒരു മടിയും ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനും ഉമ്മായും കൂടെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുമായിട്ട് നിന്ന് അവിടെയുള്ള എല്ലാ ഫ്രിഡ്ജും ഇങ്ങനെ തുറന്നു നോക്കി. അതിനുശേഷം ഫ്രിഡ്ജ് നോക്കുന്നത് നിർത്തിയിട്ട് ഞങ്ങൾ പുതിയൊരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അതാണ് മിക്സി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന മിക്സികളെല്ലാം നോക്കി, ഓവൻ നോക്കി, കുറേ പാത്രങ്ങൾ നോക്കി. ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിലുള്ളതാണ്, എന്നാലും നമുക്ക് നോക്കണം. അങ്ങനെ നമ്മൾ ഇതെല്ലാം നോക്കി ഫൈനലി നമ്മൾ ആദ്യം കണ്ട ഫ്രിഡ്ജ് തന്നെ ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബില്ലൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഫ്രിഡ്ജ് അവരെത്തിച്ചേരാമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു മണിക്കൂറിനകം അവരെന്തായാലും നമ്മുടെ വീട്ടിലോട്ട് ഫ്രിഡ്ജ് എത്തിച്ചു തന്നു. അങ്ങനെ ദേ വാപ്പായും അവിടെ നിന്ന് വന്ന ആളും കൂടെ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തന്നു. നമ്മുടെ ഫ്രിഡ്ജ്. അങ്ങനെ നമ്മൾ ആദ്യം കണ്ട ഫ്രിഡ്ജ് തന്നെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ ഉള്ള സാധനമൊക്കെ അതിൽ നിറച്ചു. എല്ലാ വീട്ടിലും കാണുന്ന പോലെ കുറേ കവർ, കുറേ സ്റ്റീൽ പാത്രം, കുറേ ഇന്നലത്തെ ചോറ്, മീൻകറി, അങ്ങനെ എല്ലാം ചെയ്തു. മേളിൽ മാത്രം കുറച്ച് അറ്റവിട്ട് സാധനങ്ങളൊക്കെ വെച്ച് നിറച്ചു. അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ കഥ എന്താണെന്ന് കൂടി പറയണം. അത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലിപ്പം എത്രാമത്തെ ഫ്രിഡ്ജായിരിക്കുന്നതെന്നും കൂടെ പറയണേ, മറക്കല്ലേ.